ഇവരൊക്കെ ആരാ? ഒരു കുട്ടിയെ കാണിച്ചു കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുമെന്ന് പ്രിയ പറഞ്ഞില്ലായിരുന്നു. അതിനൊരു ശ്രമം നടത്തി നോക്കാന്ന് ഇവര് പറഞ്ഞപ്പോ ഇതാ കുഞ്ഞ്. സംഗതി ശാരികയോട് ചെയ്യുന്നത് വലിയൊരു ചതിയാ. പിന്നെ വേറെ മാർഗമില്ലെങ്കിൽ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ആ, എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്ക്. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങളുടെ ശ്രമം വിജയിച്ചെന്നിരിക്കും. പുതിയ ഉടുപ്പൊക്കെ മേടിച്ച് ഇടിയിപ്പിച്ച കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി അങ്ങനൊരു സംശയം ഉണ്ടാവരുതല്ലോ. കുഞ്ഞിന്റെ അടുത്ത് തന്നെ ശാലിനി എപ്പോഴും ഉണ്ടാവണം. മെഡിസിന്റെ സെഡേഷൻ ഉണ്ടാവും. അതുകൊണ്ട് കുഴപ്പമുണ്ടാവാൻ സാധ്യതയില്ല. ഇനി അഥവാ സ്വന്തം കുട്ടിയല്ലെന്നെങ്ങാനും തിരിച്ചറിഞ്ഞാ എങ്ങനെയായിരിക്കും പ്രതികരിക്കാന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും നോക്കാം പ്രിയ. വരൂ. എനിക്ക് എൻ്റെ മോളെ കാണണം. എനിക്ക് എൻ്റെ മോളെ കാണണം. എനിക്ക് എൻ്റെ മോളെ കാണണം. ശാലിനി, ശാലിനി, എൻ്റെ മോളെ കൊണ്ട് മോളെ, എൻ്റെ മോളെനിക്ക് കാണണം. ശാലിനി, ശാരികയെ വിളിക്ക്. കുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറ. മോള്. ചേച്ചി, ശാരി ചേച്ചി. ശാരികെ, ആരൊക്കെയാ വന്നിരിക്കുന്നതെന്ന് നോക്കിയേ. ഇത് ശാരികയുടെ മോള് തന്നെയാ. മോള്. ശാലിനി, കുഞ്ഞിനെ ശാരികയുടെ അടുത്തേക്ക് കിടത്തിക്കോ. മോള്. മോളെ. എൻ്റെ മോള്. എൻ്റെ മോള്. ഭാമേ, ഞാനൊരു കാര്യം ചോദിച്ചാലേ എന്നോട് സത്യം പറയാവൂ? ആദ്യം ചോദ്യം എന്താണെന്ന് കേൾക്കട്ടെ. ഞാൻ ഈ വീട്ടിൽ ആരാ? അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു ചോദ്യം? അല്ല, ഒന്നറിയാൻ വേണ്ടിയാ. നീ പറ, എന്റെ ഇവിടുത്തെ സാധനം എന്തുവാ? രാഘവട്ട, ദയവ് ചെയ്ത് വെറുതെ അതും ഇതും പറഞ്ഞ് എന്നോട് വഴക്കിന് വരല്ലേ. നിന്നെ ഞങ്ങളൊരു വഴക്കിന് വരുന്നേ? ബാക്കിയുള്ളതൊക്കെ വഴക്കിന് വന്നത് നീയല്ലേ? ഞാനോ? ഞാൻ എന്ത് വഴക്കുണ്ടാക്കിയെന്നാ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത്? നീയേ ശാലിയെ തല്ലിറക്കി വിടുന്നത് കേട്ടല്ലോ. ഓ, അപ്പൊ അതായിരുന്നു രാഘവേട്ടന്റെ മനസ്സിലല്ലേ? ആ, അതിനായിരുന്നു ഈ വളച്ചിങ്ങനെ കെട്ടിക്കൊണ്ടു വന്നത്. ശാലിയെ തല്ലിറക്കിയിട്ടെ ഇവിടെ കയറരുതെന്ന് പറയാനേ നിനക്ക് എന്ത് കാര്യമായിരുന്നു?